ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോ ആണ്. തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ എന്താണ് കേക്കിന് ഇത്രയും റേറ്റ് എന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കേക്ക് എന്ന് പറയുന്നത് ചോക്കോ വെൽവെറ്റ് ആണ്. ചോക്കോ വെൽവെറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കും കൂടി ലെയർ ചെയ്ത് വരുന്നൊരു കേക്കാണ്. അപ്പം ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ 2 പീസ് ചോക്ലേറ്റ് കേക്കും വേണം, അതേപോലെ തന്നെ 1 പീസ് റെഡ് വെൽവെറ്റ് കേക്കും വേണം. അപ്പോൾ എനിക്കതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സ്പഞ്ചിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പകരം ഫ്രോസ്റ്റിംഗ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഫ്രോസ്റ്റിങ്ങിൽ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷയും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷയും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കേക്ക് വെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഷുഗർ സിറപ്പ് പ്ലസ് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചതിന് ശേഷം നമ്മളിവിടെ ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യുന്നുണ്ട്. വെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ക്രീം, നോർമൽ വൈറ്റ് ക്രീം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ വൈറ്റ് ക്രീം കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ട് അതിനെ ചോക്ലേറ്റ് ക്രീം ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ കൊടുത്ത് അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് വെക്കുകയാണ് ചെയ്യുന്നത്. റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ചിന് എപ്പോഴും കോമ്പിനേഷനായിട്ട് ഞാൻ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ പ്ലസ് സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡും ഷുഗർ സിറപ്പും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് വെച്ചതിന് ശേഷം മിൽക്ക് മെയ്ഡും ഷുഗർ സിറപ്പും കൂടെ മിക്സ് ചെയ്ത് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം, നമ്മുടെ ക്രീമിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ടോപ്പിലായിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഞാൻ ചെയ്തെടുക്കുന്നത്. വീണ്ടും നമ്മൾ പിന്നെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗനാഷയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും തന്നെ ആകുമ്പോഴത്തേനും മനസ്സിലാവുമല്ലോ എത്രത്തോളം ചോക്ലേറ്റ് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രത്തോളം നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ റേറ്റ് ഇടുന്നത്. അപ്പോൾ എൻ്റെ കേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു കേക്കിന് 950 ആണ് ചാർജ് ചെയ്യുന്നത്. അത് വാഞ്ചോ ആണെങ്കിൽ 900 ഉള്ളൂ. ഇത് ഈ ഒരു കേക്ക് ആയതുകൊണ്ടാണ് റെഡ് വെൽവെറ്റും കൂടെ കോമ്പിനേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മൾ 950 ആഡ് ചെയ്തിരുന്നത്. ഈ ഒരു കേക്കിൽ ഇത്രത്തോളം ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഗനാഷ ഫുൾ കവർ ചെയ്യുകയാണ്. നോർമൽ ചോക്കോ വെൽവെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് ചോക്ലേറ്റ് ഗനാഷ വെച്ച് കേക്ക് കവർ ചെയ്തതിന് ശേഷം നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഈ കേക്കും അതുപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ എല്ലാം ആഡ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ക്രംസും കൂടെ ആഡ് ചെയ്യാവൂ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അങ്ങനെ ഫ്രിഡ്ജിൽ ഇതെല്ലാം ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഗനാഷ ഒഴിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളോട് പറയുന്നത് സ്പൈഡർമാൻ്റെ തീമുണ്ടോ, ചെയ്യാവോ, കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പിന്നെ സ്പൈഡർമാൻ്റെ തീം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗനാഷ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതുകൊണ്ട് അതിന് ടോപ്പിലായിട്ടേ നമുക്കിനി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് സ്പൈഡർമാൻ്റെ സ്റ്റിക്കറുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊരു ചെറിയൊരു സ്പൈഡർമാൻ്റെ തീം തന്നെ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഏതൊരു സ്പൈഡർമാൻ തീം വന്നു കഴിഞ്ഞാലും എനിക്ക് വെബ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ നല്ല രസമാണ് അതിൻ്റെ ചിലന്തി വലയൊക്കെ വരച്ച് വെക്കാൻ. അപ്പോൾ ഞാൻ ഇതിലും അതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിന് എന്താണ് ഇത്രയും റേറ്റ് വരാൻ കാരണം എന്നുള്ളത് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം ഇത്രത്തോളം ചോക്ലേറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു റേറ്റ് വരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള ഫ്രോസ്റ്റിങ്ങും അതുപോലെ മേക്കിങ്ങും എല്ലാം പറ്റുന്നതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്